പലപ്പോഴും തമ്മിൽ പിണങ്ങിപ്പോയവർക്ക് പിന്നീട് ഒരുമിച്ചിരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ പശ്ചാത്തപിക്കുകയാകും ചെയ്യുക. ദേഷ്യവും വാശിയും ഒക്കെ മാറി തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കാലങ്ങളേറെ കഴിഞ്ഞ് കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ടു പോയിട്ടുണ്ടാകാം. സ്വഭാവത്തിലും വികാരത്തിലും വ്യത്യസ്തമായ രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സ്വാഭാവികം. ഒപ്പം ജീവിക്കുന്ന ആളിനെ ക്ഷമയോടെ കേൾക്കാൻ, അവരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു ഉദ്യമം നമ്മുടെ വശത്തു നിന്നുണ്ടായാൽ തന്നെ പകുതി കഴിഞ്ഞു. ഞാനാണ് ശരി, നീയാണ് ശരി എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി എന്താണ് ശരി എന്ന് സംസാരിച്ച് ഒരുമിച്ച് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ജയിക്കുന്നത് രണ്ടുപേർ ഒരുമിച്ച് കെട്ടിപ്പടുത്ത ആ കൊച്ചു ജീവിതമാണ്. പലപ്പോഴും നീ എന്തിനത് ചെയ്തു എന്ന ചോദ്യത്തിനേക്കാൾ നീ അത് ചെയ്തപ്പോൾ എനിക്ക് വിഷമമായി എന്നുള്ള പറച്ചിലുകൾ പങ്കാളികൾക്ക് നിങ്ങളെ ഒരുപക്ഷെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഓർമ്മിക്കുക, കുടുംബജീവിതത്തിൽ രണ്ടുപേർ അവരവരുടെ ലോകങ്ങളിൽ ജീവിക്കുകയല്ല, ഒരുമിച്ച് ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ്. സന്തോഷിക്കുക, എല്ലാവരും സന്തോഷിക്കട്ടെ.